യൂണിവേഴ്സിറ്റിയിലും ഓൾമോസ്റ്റ് എല്ലാം സീറ്റുകൾ ഫുള്ളായി തുടങ്ങി. COVID-19 ഈ സമയത്ത് നല്ല രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് യുകെയുടെ ഒരു ലാസ്റ്റ് IELTS ഇല്ലാത്ത ഒരു ഇന്ത്യക്കായി മാറാനാണ് ഒരു ചാൻസ്. അത് ഞാൻ നെഗറ്റീവ് അടിക്കുകയല്ല കേട്ടോ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഞാൻ കുറച്ച് ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യു ഡ്രീംസ്. നിങ്ങളുടെ സ്വന്തം വിഷ്വലായ പുതിയ വീഡിയോ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിച്ച് ഈസ് ദ ബെസ്റ്റ് ഇൻടേക്ക്, ജനുവരി ഓർ സെപ്റ്റംബർ? നമ്മുടെ ഗ്രൂപ്പുകളിലും അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കുട്ടികൾ, ചേട്ടാ ഏത് ഇൻടേക്കാണ് നമുക്ക് ചൂസ് ചെയ്യുക, ഏത് ഇൻടേക്കിൽ പോയാലാണ് ഗുണങ്ങളുള്ളത്? ഞാനപ്പോൾ ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ബെല്ലൈക്കണിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു അപ്ഡേറ്റും കൂടി ഞാൻ തരാം. എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഓൾമോസ്റ്റ് എല്ലാം സീറ്റുകൾ ഫുള്ളായി തുടങ്ങി എന്നുള്ള ഒരു ഇൻഫർമേഷൻ വന്നു തുടങ്ങി. ചില യൂണിവേഴ്സിറ്റീസ് എല്ലാം മെയിൽ അയച്ചു തുടങ്ങി, MBAക്കെല്ലാം സീറ്റ് ഫുള്ളായി എന്നെല്ലാം പറഞ്ഞിട്ട്. ഇനി അപ്ലൈ ചെയ്യാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, ലാസ്റ്റ് ടൈമിലോട്ട് മാറ്റി നിൽക്കുന്ന കുട്ടികളോട് എനിക്കൊന്ന് പറയാനുള്ളത്, വേഗം തന്നെ അപ്ലൈ ചെയ്യുക, സീറ്റ് ബ്ലോക്ക് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. കാരണം സെപ്റ്റംബറിൽ ഡെഫർ ചെയ്ത കുട്ടികൾ ഒരു വശത്ത്, മാത്രമല്ല ജനുവരിയിലേക്ക് പോകാൻ നിൽക്കുന്ന കുട്ടികൾ മറ്റു വശത്ത് ബുദ്ധിമുട്ടി പോകും. നമ്മൾക്കൊരു വലിയൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വൈകിക്കാതെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ മറ്റൊരു അപ്ഡേറ്റ് എനിക്ക് പറയാനുള്ളത്, ഇന്റർനാഷണൽ ഹെൽത്ത് സെർച്ച് കൂടിയിട്ടുണ്ട്. അത് നിങ്ങൾ വിവരം അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. അത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് അറിയാത്തവരുണ്ടെങ്കിൽ gov.uk കയറി ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകൾ അതിനകത്ത് കളക്ട് ചെയ്യാനായിട്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ജനുവരി ഇൻടേക്ക് ഓർ സെപ്റ്റംബർ ഇൻടേക്ക് ആണ് നമ്മളുടെ ടോപ്പിക്. നമുക്ക് പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിനകത്ത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മളെ കുറേ കുട്ടികളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ ചിലവർ നല്ലതും പറയുന്നുണ്ട്, ചിലവർ ചീത്തയും പറയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അവരുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏത് ഇൻടേക്കാണ് നല്ലത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കുറച്ച് റിസർച്ച് നടത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പറയാം. ജനുവരി ഇൻടേക്കിൽ പോവുക, നമുക്ക് ഫസ്റ്റ് ജനുവരി ഇൻടേക്ക് എടുക്കാം. ജനുവരി ഇൻടേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വിന്റർ സീസൺ ആണ്, ഒന്ന് ഓഫ് സീസൺ ആണ്. കാരണം ഡിസംബർ ക്രിസ്മസും അതേപോലെ തന്നെ ന്യൂ ഇയർ ഒക്കെ ലീവൊക്കെ കഴിഞ്ഞാൽ എല്ലാം ഓഫായി കിടക്കുന്ന ഒരു സീസൺ. മാത്രമല്ല ഫുള്ള് തണുപ്പും അതേപോലെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസൺ. അതേപോലെ തന്നെ റിസഷൻ എന്നൊരു സംഭവം എഫക്റ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. കാരണം മറ്റ് ഇന്ത്യക്ക് നിന്ന് വന്ന കുട്ടികൾ ജനുവരി ആകുമ്പോഴേക്കും പാസ് ഔട്ട് ആവുന്നത് കൊണ്ട്, ജനുവരി ഇല്ലെങ്കിൽ ഏപ്രിൽ മെയ് ഒക്കെ ആ ടൈമിൽ പാസ് ഔട്ട് ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജോബ്, കാരണം അവർ ഇന്റേൺഷിപ്പിനും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് ജോബിനൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന സമയമായിരിക്കാം. അതുകൊണ്ട് കുറച്ചൊരു കുറവ്, ഒരു ജോബ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ ജനുവരിയിൽ പോകുന്ന കുട്ടികളൊന്ന് പ്രതീക്ഷിച്ചിരിക്കണം. അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ട് തന്നെ പോകണം. രണ്ടാമത്തെ കാര്യം, വിന്റർ സീസൺ ആണ്. വിന്റർ സീസൺ ആകുമ്പോൾ തന്നെ നമുക്കല്ല ഈ മറ്റ് യൂറോപ്യൻ കൺട്രികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും, അവരെല്ലാവരും ഓഫായിരിക്കും. വലിയ ഈ തണുപ്പ് സമയത്ത് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കില്ല. അതറിയാമല്ലോ, നമ്മൾ ചൂട് സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങി നമ്മൾ ഫുള്ള് പാർട്ടി മൂഡായിരിക്കും, നമുക്ക് അറിയാം ഈ പറഞ്ഞ സിറ്റികളെല്ലാം. പക്ഷേ ഈ തണുപ്പാകുമ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റിലേക്ക് പോകും. എല്ലാം ക്ലോസ് ഡൗൺ ചെയ്ത് അത്യാവശ്യം റെസ്റ്റോറൻറ്റ്സും അതുപോലെ ഷോപ്പിംഗ് മാളുകളും മാത്രമേ ചിലപ്പോൾ പ്രവർത്തിക്കുകയുള്ളൂ. അതേപോലെ തന്നെ വെയർ ഹൗസുകൾ എന്തായാലും പ്രവർത്തിക്കും. അതേപോലെ മറ്റ് നമ്മളുടെ കെയർ ഹോംസ് എല്ലാം പ്രവർത്തിക്കുക. അപ്പോൾ അതിനകത്ത് ജോലി കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാലും മറ്റ് ഫീൽഡുകളിലൊക്കെ ജോബിന് ട്രൈ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ജോബ് കമ്പാരിറ്റീവ്ലി കുറവാണ്, സെപ്റ്റംബർ ഇൻടേക്കിനെക്കാട്ടി കുറവാണ് ജനുവരിയിൽ പോകുന്ന കുട്ടികൾക്ക്. ഓക്കെ, ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്ക് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, യുകെയുടെ മെയിൻ ഇൻടേക്കാണ് സെപ്റ്റംബർ ഇൻടേക്ക്. ഒരു തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ചെറിയൊരു മേജർ ഇൻടേക്കാണ് യുകെയുടെ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നതും ഈ ഇൻടേക്കിലായിരിക്കും. കാരണം കൂടുതൽ
യൂണിവേഴ്സിറ്റീസും കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് സെപ്റ്റംബർ ഇൻടേക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ എത്തുന്നതും സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് തന്നെയായിരിക്കും. അതേപോലെ ഈ ഇൻടേക്കിൽ പോകുന്ന മറ്റൊരു കാര്യം, നമ്മൾ പലരും ലോണും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് പോകുന്നത്. എല്ലാവരും ഇപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് കുറച്ചൊരു മെസ്സേജ്, ഞാൻ ലോണും കടമൊക്കെ മേടിച്ചിട്ടാണ് പോണ ചേട്ടാ, എനിക്ക് അവിടെ പോയി സർവൈവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് സെപ്റ്റംബർ ഇൻടേക്ക് ആയിരിക്കും കുറച്ചും കൂടി ആപ്റ്റ്. കാരണം നമുക്ക് സെപ്റ്റംബർ പോയി കഴിഞ്ഞാൽ ക്രിസ്മസ് ലീവാണ് തൊട്ടടുത്ത് തന്നെ വരുന്നത്. അതുകൊണ്ട് ന്യൂ ഇയർ ലീവൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് 40 hours ചെയ്യാനായിട്ട് സമയം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ബാക്കപ്പ്, നമുക്കൊരു കുറച്ച് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ട് നമുക്ക് റേസ് ചെയ്യാനായിട്ട് ഈ 40 hour വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ ഈ സമയത്ത് വളരെയധികം ജോലി സാധ്യത കൂടുതലുള്ള സമയമാണ്. കാരണം മറ്റ് യൂറോപ്യൻസും അതേപോലെ തന്നെ മറ്റ് കൺട്രിയിലുള്ള ആൾക്കാരും ഇല്ലെങ്കിൽ UK-യിലുള്ള ആൾക്കാർ തന്നെ അവരുടെ വെക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം, ഒരുപാട് ഒഴിവുകളും കാര്യങ്ങളും വരുന്ന സമയം. അതുകൊണ്ട് ജോബിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ സമയത്ത്. അപ്പോൾ സെപ്റ്റംബർ ഇൻടേക്ക് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ജോബ് കിട്ടാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ജനുവരി ഇൻടേക്കിലേക്ക് നമ്മൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സസ് വളരെയധികം കുറവാണ്. കാരണം അവരുടെ മേജർ ഇൻടേക്ക് അല്ല. അതുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ ആണ്, പക്ഷെ ചില കോഴ്സസ് ആയിരിക്കും അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻസ് എല്ലാം നേരത്തെ തന്നെ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ സീറ്റ് ഫുള്ളായിട്ട് പോകാനായിട്ടുള്ള സാഹചര്യം, ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ജനുവരി ഇൻടേക്കിൽ. കാരണം സെപ്റ്റംബറിലേക്ക് ഡിഫർ ചെയ്തിട്ടുള്ള കുട്ടികൾ, അങ്ങനെ ഒരുപാട് കുട്ടികളുള്ള സമയമാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ടൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. കുറച്ച് കോഴ്സസേ ഉണ്ടാവുള്ളൂ, കുറച്ച് യൂണിവേഴ്സിറ്റീസേ ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ ഫുള്ളാവും. അങ്ങനെ ഒരു പ്രോബ്ലം, ഒരു ഡ്രോബാക്ക് കൂടി ഉണ്ട് നമുക്ക് ജനുവരി ഇൻടേക്കിലേക്ക്. പിന്നെ വിന്റർ, അതുപോലെ തന്നെ കുറച്ച് റിസഷൻ ബാധിക്കാം. അപ്പോൾ 2 മാസം 3 മാസം സർവൈവ് ചെയ്യാനുള്ള ഫണ്ട് നമ്മൾ എടുത്തിട്ട് പോവുക. പിന്നെ കെയർ ഹോംസിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജോലി കിട്ടും. പിന്നെ നമുക്കൊരു ഡ്രോബാക്ക് സെപ്റ്റംബർ ഇൻടേക്കിൽ ഡ്രോബാക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, COVID-19 ഈ സമയത്ത് നല്ല രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് UK-യിൽ. ഡേ ടു ഡേയിൽ വളരെ അധികം കേസസ് ആണ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഡെത്ത് റേറ്റിലും നല്ല രീതിയിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ലോക്ക്ഡൗൺ, സെപ്റ്റംബറിൽ പോയ കുട്ടികൾക്ക് ചിലപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒക്കെ ചിലപ്പോൾ ലോക്ക്ഡൗൺ ആവാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നാഷണൽ ലോക്ക്ഡൗൺ ഉണ്ടാവില്ല. ചില പാർട്ടുകളിൽ, ചില ഏരിയകളിൽ ആയിരിക്കും ചിലപ്പോൾ ലോക്ക്ഡൗൺ ഉണ്ടാവുക. എന്നാൽ തന്നെ ഈ സമയത്ത് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങ് ജോബിന് ചെറിയൊരു ബുദ്ധിമുട്ട് ഈ COVID-19 കാരണം ചിലപ്പോൾ ഉണ്ടായേക്കാം. എങ്കിലും പോകുന്ന കുട്ടികൾ മാക്സിമം സർവൈവ് ചെയ്യാനുള്ള ഫണ്ട് എടുത്തിട്ട് പോവുക. കഴിഞ്ഞ ജനുവരി ഇൻടേക്കിൽ പോയിട്ട് കുറേ സ്ട്രഗിൾ ചെയ്ത കുട്ടികളെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിപ്പോൾ മുൻകൂട്ടി പറയുന്നത്. അപ്പോൾ കുറച്ച് ഫണ്ട് കയ്യിൽ കരുതുക. അതേപോലെ തന്നെ മാക്സിമം കെയർ ഹോമുകളിൽ ജോബുകൾ ചെയ്യാനായിട്ട് നോക്കുക. കെയർ ഹോമിൽ ജോബ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ജോലി നഷ്ടമാവില്ല. മറ്റ് ഏരിയകളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോലി നഷ്ടമാവാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനുവരി ഓർ സെപ്റ്റംബറിൽ ഞാനൊരു ഡീപ്പായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണാം. എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങൾ സെപ്റ്റംബറോ ജനുവരി ഒന്നും നോക്കാതെ കയറി പോകാനായിട്ട് നോക്കുക. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് UK-യുടെ ഒരു ലാസ്റ്റ് IELTS ഇല്ലാത്തൊരു ഇൻടേക്കായി മാറാനാണ് ഒരു ചാൻസ്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു IELTS വരാനുള്ളതല്ല, ഓൾമോസ്റ്റ് ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ചിലതൊക്കെ ചോദിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ വീണ്ടും വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഒരു ലാസ്റ്റ് ഇൻടേക്ക് ആവാം. അതേപോലെ തന്നെ പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് മാറ്റി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനത്തെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വൈകിക്കാതെ സെപ്റ്റംബറോ ജനുവരിയോ എന്ന് നോക്കാതെ കയറി പോകാനായിട്ട് ശ്രമിക്കുക. അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം പോകുന്ന സമയത്ത് കുറച്ച് സ്ട്രഗിൾ ചെയ്യുമെങ്കിലും അതിനെ ഓവർകം ചെയ്യാനുള്ള നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിട്ട് പോവുക. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ നെഗറ്റീവ് അടിക്കുകയല്ല കേട്ടോ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് പറയുണ്ടായി, നെഗറ്റീവ് അടിക്കുകയാണ് ചേട്ടൻ. നമ്മളിപ്പോൾ പറയണത് അവിടെ ഒരു കുഴിയുണ്ട്, അത് നെഗറ്റീവായിട്ട് തോന്നി, നിങ്ങൾ ആ പോയിട്ട് ആ കുഴിയിൽ പോയിട്ട് ചാടുമോ? ഇല്ല, നമ്മൾ ആ മുന്നേ ആ കുഴിയുള്ളത് നിങ്ങൾക്കൊന്ന് ഇൻഫോം ചെയ്യുന്നത് മാത്രം. അത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കണം. അത് നെഗറ്റീവ് അല്ല, ശരിക്കും പോസിറ്റീവാണ്. ഞാൻ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ,
ജനുവരി ഇൻടേക്കിൽ ഒരിക്കലും നെഗറ്റീവ് അല്ല, കയറി പോവുക, ധൈര്യമായിട്ട് കയറി പോവുക. ഒന്നാമത്തെ പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം വരുന്നത് ജനുവരിയിലാണ്. അപ്പോൾ ആ ജനുവരിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടായേക്കാം. ചിലപ്പോൾ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം വരുന്നത് കൊണ്ട് തന്നെ ആ ഇൻടേക്കിൽ പോകുന്നവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബെനിഫിറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വലിയ പ്ലാൻ അടിക്കാതെ തന്നെ ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ 2 ഇൻടേക്കും ബെസ്റ്റ് ഇൻടേക്ക് തന്നെയാണ്. കയറി പോകാൻ നോക്കുക, അധികം വൈകിക്കാതെ. അപ്പോൾ ബൈ.